ഹായ് ഓൾ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ, ഇതിനു മുമ്പ് ചെയ്ത ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ കാണാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ജീൻ ആക്ഷൻ ഓർ ജീൻ എക്സ്പ്രഷൻ സെൻട്രൽ ഡോഗ്മ എന്താണെന്ന് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. DNA-യിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് വഴി ഇൻഫോർമേഷൻ RNA-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. RNA-യിലുള്ള ഇൻഫോർമേഷൻസ് യൂസ് ചെയ്ത് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് വഴി പ്രോട്ടീൻ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്ത പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രോട്ടീൻസ് എല്ലാ സമയത്തും ആവശ്യമില്ല. ദാറ്റ് ഈസ് ജീൻസ് എല്ലാ സമയത്തും ഓൺ ആയിരിക്കില്ല. ജീൻ ഓൺ ആവുന്നുണ്ട്, ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ജീന് ഓഫായിരിക്കും. ദാറ്റ് ഈസ് ജീനിൻ്റെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്സ്, റെഗുലേഷൻ ഒക്യൂർസ് അറ്റ് transcriptional level, processing level, transport of mRNA from nucleus to the ribosome, translational level. യൂകാരിയോട്സിൻ്റെ കേസിൽ റെഗുലേഷൻ, ജീൻ എക്സ്പ്രഷൻ്റെ റെഗുലേഷന് 4 ലെവൽസിൽ നടക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ റെഗുലേഷനും നടക്കുന്നുണ്ട്. സെക്കൻഡ് വൺ പ്രോസസ്സിംഗ് ലെവൽ, RNA പ്രോസസ്സിംഗ് ലെവൽ. ദാറ്റ് ഈസ് RNA പ്രോസസ്സിംഗ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്യാപ്പിംഗ്, സ്പ്ലൈസിങ്, ടെയിലിംഗ് ഇതൊക്കെ നടക്കുന്നത് RNA പ്രോസസ്സിംഗ് സമയത്താണ്. സോ RNA പ്രോസസ്സിംഗ് സമയത്ത് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു ദ റൈബോസോം. ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് DNA-യിൽ നിന്നും RNA ഫോം ചെയ്യും. ഈ പ്രോസസ്സ് നടക്കുന്നത് ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിൽ നിന്നും RNA നെക്സ്റ്റ് റൈബോസോമിലേക്ക് മൂവ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് വേണ്ടി. സോ mRNA ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്തും ജീൻ എക്സ്പ്രഷൻ്റെ റെഗുലേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ട്രാൻസ്ലേഷണൽ ലെവൽ. ട്രാൻസ്ലേഷൻ നടക്കുന്ന സമയത്തും ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ 4 പോയിൻറ്റ്സും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. യൂകാരിയോട്സിൻ്റെ കേസിൽ റെഗുലേഷൻ നടക്കുന്നത് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, പ്രോസസ്സിംഗ് ലെവൽ, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു ദ റൈബോസോം ആൻഡ് ട്രാൻസ്ലേഷണൽ ലെവൽ. Next, in the case of prokaryotes, operon concept, a set of genes regulating a metabolic reaction. Prokaryotes-ൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഒരു മെറ്റബോളിക് റിയാക്ഷൻ, ദാറ്റ് ഈസ് കെമിക്കൽ റിയാക്ഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ജീനുകളുടെ ഗ്രൂപ്പ് കൂട്ടത്തെയാണ് ഓപ്പറോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെറ്റബോളിക് റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ജീൻസാണ്, ഒരുപാട് ജീനുകളുടെ ഒരു കൂട്ടത്തെയാണ് ഓപ്പറോൺ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ലാക് ഓപ്പറൺ ആണ്. ലാക് ഓപ്പറൺ ഇൻ E. coli, the operon controlling lactose metabolism. It was first elucidated by Jacob and Monod in 1961. ലാക് മീൻസ് ലാക്ടോസ്. ഓക്കെ, ലാക് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ലാക്ടോസ് ആണ്. E. coli ബാക്ടീരിയ യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് സോഴ്സാണ് ലാക്ടോസ്. ലാക്ടോസിൻ്റെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആണ് ലാക് ഓപ്പറണിൽ കാണുന്നത്. ഓക്കെ, ഈക്വലൈ ബാക്ടീരിയ യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് സോഴ്സ് ആണ് ലാക്ടോസ്. ഈ ലാക്ടോസിൻ്റെ മെറ്റബോളിക് റിയാക്ഷൻ, അതായത് ലാക്ടോസിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആണ് ഈ ലാക് ഓപ്പറണിൽ കാണുന്നത്. ലാക് ഓപ്പറൺ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് ജാക്കബ് ആൻഡ് മോണാർഡ്. ഇൻ വിച്ച് ഇയർ? ഇൻ 1961. ലാക് ഓപ്പറൺ എന്നത് ഒരു പോളിസിസ്ട്രോണിക് ജീനാണ്. പോളിസിസ്ട്രോണിക് ജീൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ഒരു ജീൻ സെഗ്മെൻറ്റിൽ നിന്നും ഒന്നിലധികം പ്രോട്ടീൻസ് ഫോം ചെയ്യപ്പെടുന്നു. ഇവിടെ ലാക് ഓപ്പറണിൽ 3 ടൈപ്പ് എൻസൈംസ് ഓർ പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ 3 എൻസൈംസും ലാക്ടോസ് മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. E. coli ബാക്ടീരിയ എനർജി സോഴ്സായി യൂസ് ചെയ്യുന്ന ഡൈസാക്കറൈഡ് ആണ് ലാക്ടോസ്. ലാക്ടോസിനെ ഡീഗ്രേഡ് ചെയ്ത് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആയി കൺവേർട്ട് ചെയ്താലേ E. coli ബാക്ടീരിയക്ക് ലാക്ടോസ് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ബീറ്റാ ഗാലക്ടോസിഡേസ്. ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം കൂടാതെ ട്രാൻസ് അസറ്റൈലേസ്, പെർമിയേസ് എന്നീ 2 എൻസൈംസും ആവശ്യമുണ്ട്. സോ ലാക്ടോസ് മെറ്റബോളിസത്തിന് ആവശ്യമായ ഈ 3 എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ സെഗ്മെൻ്റ് ആണ് ലാക് ഓപ്പറോൺ. ഓക്കെ, ഈ 3 എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് വഴിയാണ്. ദാറ്റ് ഈസ് E. coliയിൽ കാണുന്ന ജീൻസ് ഓർ ലാക് ഓപ്പറൺ, അതിലുള്ള സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നടന്നാണ് ഈ 3 എൻസൈംസും ഫോം ചെയ്യുന്നത്.
അങ്ങനെയാണെങ്കിൽ ഈ കൊളൈ ബാക്ടീരിയ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ ഈ 3 എൻസൈംസും ആവശ്യമുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ജീൻസ് എന്തായിരിക്കും? സ്വിച്ച് ഓൺ ആയിരിക്കും. ജീൻസ് ഫങ്ഷൻ ചെയ്ത് ഈ 3 എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഈ കൊളൈ ബാക്ടീരിയ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഇല്ലെങ്കിലോ ഈ 3 എൻസൈംസിൻ്റെയും ആവശ്യമില്ല. ആ കേസിൽ ജീൻസ് സ്വിച്ച് ഓഫ് ആയിരിക്കും. ജീൻസ് ഫങ്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് മീഡിയത്തിൽ ലാക്ടോസ് ഇല്ല. സോ ലാക്ടോസിനെ ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ എൻസൈംസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ലാക്ടോസ് ഉണ്ടെങ്കിൽ ജീൻസ് സ്വിച്ച് ഓൺ ആയിരിക്കും, ലാക്ടോസ് ഇല്ലെങ്കിൽ ജീൻസ് സ്വിച്ച് ഓഫ് ആയിരിക്കും. ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒബ്സർവ് ദ ഫിഗർ. ഈ കൊളയിൽ കാണുന്ന ലാക്ടോസ് മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ലാക് ഓപ്പറണിൻ്റെ ഫിഗറാണിത്. ഇതിൻ്റെ ഓരോ പാർട്സും എക്സാമിന് ലേബൽ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് PIPOZYA. ഈ രീതിയിൽ ഇത് ഓർമ്മിച്ച് വെക്കുക. പീപ്പോസിയ എന്ന രീതിയിൽ ഇത് ഓർമ്മിച്ച് വെക്കുക. PIPOZYA. ഇതിൻ്റെ ഓരോ പാർട്സും അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാണുന്ന P എന്തായിരിക്കും? പ്രൊമോട്ടറാണ്. RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്ന പ്ലേസ് ആണ് P. ഓക്കെ, നെക്സ്റ്റ് കാണുന്ന I റിപ്രസർ പ്രോട്ടീന് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് I ജീൻ എന്ന് പറയുന്നത് റെഗുലേറ്റർ ജീനാണ്. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടന്ന് റിപ്രസർ പ്രോട്ടീന് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കാണുന്നത് പ്രൊമോട്ടർ ആൻഡ് നെക്സ്റ്റ് വൺ ഓപ്പറേറ്റർ. സ്ട്രക്ചറൽ ജീനിനെ കൺട്രോൾ ചെയ്യുന്ന DNA സെഗ്മെൻ്റ് ആണിത്. സ്ട്രക്ചറൽ ജീന് നെക്സ്റ്റ് കാണുന്നതാണ് ZYA. ഈ 3 സ്ട്രക്ചറൽ ജീൻസിനെയും കൺട്രോൾ ചെയ്യുന്ന DNAയുടെ സെഗ്മെൻ്റ് ആണ് ഓപ്പറേറ്റർ റീജിയൺ. ആൻഡ് 3 സ്ട്രക്ചറൽ ജീൻസ് ഏതൊക്കെയാണ്? ZYA. Z ജീന് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നടന്ന് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ലാക്ടോസിനെ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസായി കൺവേർട്ട് ചെയ്യുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ് ആണ്. ഓക്കെ, Y ജീൻ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നടന്ന് പെർമേസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ലാക്ടോസിനെ മീഡിയത്തിൽ നിന്നും സെല്ലിലേക്ക് എൻ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പെർമേസ് ആണ്. ആൻഡ് A ജീന് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നടന്ന് ട്രാൻസ് അസറ്റൈലേസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ലാക് ഓപ്പറണിൽ കാണുന്ന ഡിഫറെൻറ്റ് റീജിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. P പ്രൊമോട്ടർ, I റെഗുലേറ്റർ റീജിയൺ, O ഓപ്പറേറ്റർ റീജിയൺ, ZYA structural genes. Promoter, site of attachment of RNA polymerase and initiate transcription. RNA polymerase വന്ന് ബൈൻഡ് ചെയ്യുന്ന റീജിയൺ ആണ് പ്രൊമോട്ടർ. അതിനുശേഷം ZYA ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. റെഗുലേറ്ററി ജീൻ ഓർ ഇൻഹിബിറ്റർ ജീൻ I കോഡ്സ് ഫോർ ദ റിപ്രസർ പ്രോട്ടീൻ. സോ നെക്സ്റ്റ് കാണുന്ന I ജീൻ ഇൻഹിബിറ്റർ ജീൻ ഓർ റെഗുലേറ്ററി ജീൻ റിപ്രസർ പ്രോട്ടീന് പ്രൊഡ്യൂസ് ചെയ്യും. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്ന് റിപ്രസർ പ്രോട്ടീന് പ്രൊഡ്യൂസ് ചെയ്യും. ഓപ്പറേറ്റർ റീജിയൺ ഓർ ഓപ്പറേറ്റർ ജീൻ DNA സെഗ്മെൻറ്റ് വിച്ച് കൺട്രോൾ ദ സ്ട്രക്ചറൽ ജീൻസ്. സ്ട്രക്ചറൽ ജീൻസിന് കൺട്രോൾ ചെയ്യുന്ന DNA സെഗ്മെൻ്റ് ആണ് ഓപ്പറേറ്റർ റീജിയൺ ഓർ ഓപ്പറേറ്റർ ജീൻ. ഇൻഡ്യൂസർ. ലാക്ടോസ് ഈസ് ദ ഇൻഡ്യൂസർ. ഇറ്റ് റെഗുലേറ്റ് സ്വിച്ചിങ് ഓൺ ആൻഡ് സ്വിച്ചിങ് ഓഫ് ദ ഓപ്പറോൺ. സോ ഇവിടെ ഇൻഡ്യൂസറായി ആക്ട് ചെയ്യുന്നത് ലാക്ടോസ് ആണ്. അത് ഇതിൻ്റെ ഫങ്ഷനിങ് പഠിക്കുന്ന സമയത്ത് ക്ലിയർ ആകും. ഓക്കെ, സോ ഇൻഡ്യൂസറായി ഫങ്ഷൻ ചെയ്യുന്നത് ലാക്ടോസ് ആണ്. ലാക്ടോസിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് റെഗുലേറ്റ്സ് സ്വിച്ചിങ് ഓൺ ആൻഡ് സ്വിച്ചിങ് ഓഫ് ദ ഓപ്പറോൺ. ഓപ്പറോണിൻ്റെ സ്വിച്ചിങ് ഓണും സ്വിച്ചിങ് ഓഫും റെഗുലേറ്റ് ചെയ്യുന്നത് ഇൻഡ്യൂസറാണ്. ദാറ്റ് ഈസ് ലാക്ടോസ് ആണ്. ലാക്ടോസ് ഉണ്ടെങ്കിൽ ജീൻസ് സ്വിച്ച് ഓൺ ആയിരിക്കും, ലാക്ടോസ് ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. ആൻഡ് 3 സ്ട്രക്ചറൽ ജീൻസ് ZYA. Z codes for beta galactosidase enzyme. It convert lactose to galactose and glucose. Z പ്രൊഡ്യൂസ് ചെയ്യുന്നത്, Z ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം? ലാക്ടോസിനെ ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ് ആണ്. ആൻഡ് Y കോഡ്സ് ഫോർ പെർമേസ് എൻസൈം. Y പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെർമേസ് എൻസൈം ആണ്. ആൻഡ് പെർമേസ് എൻസൈം ഇൻക്രീസസ് ദ പെർമിയബിലിറ്റി ഓഫ് സെൽ ടു ലാക്ടോസ്. ആൻഡ് A കോഡ്സ് ഫോർ ട്രാൻസ് അസറ്റൈലേസ് എൻസൈം. A പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രാൻസ് അസറ്റൈലേസ് എൻസൈം ആണ്. ഫങ്ഷനിങ് ഓഫ് ദ ലാക് ഓപ്പറൺ. ഫസ്റ്റ് കേസ് വെൻ ലാക്ടോസ് ഓർ ഇൻഡ്യൂസർ ഈസ് ആബ്സെൻറ്റ്. ഈക്കോളായി വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ലാക് ഓപ്പറൺ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ഈക്കോളായി വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് എൻസൈംസിൻ്റെ ആവശ്യമില്ല, ജീൻസ് സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കും. എങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്ന് നോക്കാം. യു ക്യാൻ സീ ഹിയർ ദ റെഗുലേറ്റർ ജീൻ സിന്തസൈസസ് റിപ്രസർ mRNA. റിപ്രസർ mRNA പ്രൊഡ്യൂസസ് റിപ്രസർ.
repressor bind to the operator region, blocks RNA polymerase movement, prevents the transcription of structural genes. Okay, that means switched off. Lac operon is switched off. Observe here, in the absence of inducer എന്ന് പറയുമ്പോൾ ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ റെഗുലേറ്റർ ജീൻ ഓർ ഇൻഹിബിറ്റർ ജീൻ ആയി ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യും. റിപ്രസർ mRNA ട്രാൻസ്ലേഷൻ നടന്ന് നെക്സ്റ്റ് റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും ഓർ റിപ്രസർ പ്രൊഡ്യൂസ് ചെയ്യും. റിപ്രസർ നേരെ പോയി ഓപ്പറേറ്റർ റീജിയണിൽ ബൈൻഡ് ചെയ്യും. ഓക്കെ, സോ RNA പോളിമറൈസ് എൻസൈമിന് ZYA ജീൻസിൻ്റെ അടുത്തെത്താൻ സാധിക്കില്ല. ZYA ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമോ? ഇല്ല. പ്രൊമോട്ടർ റീജിയണിൽ ബൈൻഡ് ചെയ്ത RNA പോളിമറൈസിന് ഓപ്പറേറ്റർ റീജിയണ് ക്രോസ് ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ റീജിയണിൽ ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് RNA പോളിമറൈസ് എൻസൈമിന് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അത് കാരണം ZYA ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കില്ല. 3 എൻസൈംസും ഫോം ചെയ്യില്ല. സോ ഈ ഒരു റെഗുലേഷൻ നടക്കുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ, അതായത് ഇൻഡ്യൂസർ ഇല്ലാത്ത സമയത്ത്, ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് സ്വിച്ച്ഡ് ഓഫ് ആണ്. ZYA ജീൻസ് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ നടക്കില്ല, എൻസൈംസ് ഫോം ചെയ്യില്ല. എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ദ റെഗുലേറ്റർ ജീൻ സിന്തസൈസസ് റിപ്രസർ mRNA. റെഗുലേറ്റർ ജീന് റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യും. റിപ്രസർ mRNA പ്രൊഡ്യൂസസ് റിപ്രസർ mRNA നെക്സ്റ്റ് റിപ്രസർ പ്രോട്ടീന് പ്രൊഡ്യൂസ് ചെയ്യും. റിപ്രസർ ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ റീജിയൺ, ബ്ലോക്ക് RNA പോളിമറൈസ് മൂവ്മെൻറ്റ്. റിപ്രസർ നേരെ പോയി എവിടെ ബൈൻഡ് ചെയ്യും? ഓപ്പറേറ്റർ റീജിയണിൽ ബൈൻഡ് ചെയ്യും. അത് കാരണം ആരുടെ മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യപ്പെടും? RNA പോളിമറൈസിന് നെക്സ്റ്റ് ഓപ്പറേറ്റർ റീജിയണിലെ കൂടെ മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ RNA പോളിമറൈസ് ZYA ജീൻസിൻ്റെ അടുത്തെത്തിയാൽ മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നടക്കുക. ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല, ട്രാൻസ്ലേഷൻ നടക്കില്ല. പ്രിവെൻറ്റ്സ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ സ്ട്രക്ചറൽ ജീൻസ്. അങ്ങനെ സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷന് ബ്ലോക്ക് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ്. നെക്സ്റ്റ്, വെൻ ലാക്ടോസ് ഓർ ഇൻഡ്യൂസർ ഈസ് പ്രസൻറ്റ്. ഈ കൊളായി വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് പ്രസൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ലാക് ഓപ്പറോൺ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഒബ്സർവ് ഹിയർ, ഈ കൊളായി വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് പ്രസൻ്റ് ആണ്, അതുകൊണ്ട് എൻസൈംസിൻ്റെ ആവശ്യമുണ്ട്. ജീൻസ് സ്വിച്ച് ഓൺ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒബ്സർവ്, നേരത്തെ പറഞ്ഞതുപോലെ റെഗുലേറ്റർ ജീന് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിപ്രസർ mRNA ട്രാൻസ്ലേഷൻ നടന്ന് റിപ്രസർ പ്രോട്ടീൻ ഓർ റിപ്രസർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ലാക്ടോസ് മീഡിയത്തിൽ പ്രസൻ്റ് ആണ്. ലാക്ടോസ് മീൻസ് ഇൻഡ്യൂസർ നേരെ പോയി റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യും. അങ്ങനെ റിപ്രസറിനെ ഇനാക്റ്റീവാക്കി മാറ്റും. ഇനാക്റ്റീവായ റിപ്രസറിന് എങ്ങോട്ട് പോകാൻ സാധിക്കില്ല? ഓപ്പറേറ്റർ റീജിയണിൽ പോകാൻ സാധിക്കില്ല. സോ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്ത RNA പോളിമറൈസിന് ഈസിയായി ഓപ്പറേറ്റർ റീജിയൻ ക്രോസ് ചെയ്ത് ZYA ജീൻസിൻ്റെ അടുത്തെത്താൻ സാധിക്കും. അതിനുശേഷം ZYA ജീൻസ് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ലാക് mRNA പ്രൊഡ്യൂസ് ചെയ്യും. ലാക് mRNA ട്രാൻസ്ലേഷൻ നടന്ന് 3 എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ബീറ്റ ഗാലക്ടോസിഡേസ്, പെർമേസ് ആൻഡ് ട്രാൻസ് അസറ്റൈലേസ്. സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫിഗർ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ലാക്ടോസ് ബൈൻഡ് ടു ദ റിപ്രസർ പ്രോട്ടീൻ മേക്കിംഗ് ഇറ്റ് ഇനാക്റ്റീവ്. ലാക്ടോസ് മീഡിയത്തിൽ പ്രസൻ്റ് ആണ്. ലാക്ടോസ് റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്ത് റിപ്രസറിനെ ഇനാക്റ്റീവ് ആക്കി മാറ്റും. റിപ്രസർ ഫെയിൽസ് ടു ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ റീജിയൺ. അങ്ങനെ റിപ്രസറിന് എവിടെ പോയി ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല? ഓപ്പറേറ്റർ റീജിയണിൽ പോയി ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. The RNA polymerase binds with the promoter gene and transcribes structural gene. Lac operon switched on. RNA polymerase promoter region വന്ന് ബൈൻഡ് ചെയ്യും. അതിനുശേഷം സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. സോ ദാറ്റ് മീൻസ് 3 എൻസൈംസും പിന്നീട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആൻഡ് ദാറ്റ് മീൻസ് ദ ഓപ്പറോൺ ഈസ് നൗ സ്വിച്ച്ഡ് ഓൺ. സോ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ലാക് ഓപ്പറോൺ. എക്സാമിന് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലാക് ഓപ്പറോണിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ, ഈ 2 ഫിഗറും തന്ന് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരാളുടെ സ്വഭാവം നിയന്ത്രിക്കുന്നത് DNA ആണ്, അല്ലേ? എല്ലാ ആൾക്കാരിലും DNA സെയിം ആണോ? അല്ല. 2 ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ DNAയിലുള്ള ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങളിലുള്ള ഡിഫറൻസ് ആയിരിക്കും. സോ ഓരോ ആൾക്കാരുടെയും DNA അനലൈസ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ച പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്.
1990 to 2003. The entire DNA of an organism is called genome. ഒരാളുടെ മൊത്തം DNA ജീനോം എന്ന് പറയും. It is the first project for mapping all the genes in human genome. ഹ്യൂമൻ ബീങ്സിൻ്റെ ജീനോമിലെ മുഴുവൻ DNA-യും അനലൈസ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഫസ്റ്റ് പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഓക്കെ, ഈ പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്തത് ഇറ്റ് വാസ് കോർഡിനേറ്റഡ് ബൈ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. ഈ പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്തത് ആരൊക്കെയാണ്? US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി ആൻഡ് ഓൾസോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. സോ ഒരാളുടെ മൊത്തം DNA അനലൈസ് ചെയ്യാൻ വേണ്ടി നടത്തിയ പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഗോൾസ് ഓഫ് HGP എന്തൊക്കെയായിരുന്നു? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ, എയിം. എന്തിനാണ് ഈ പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്തത്? ഐഡൻറ്റിഫൈ ഓൾ ദി ജീൻസ് ഇൻ ഹ്യൂമൻ DNA. ഹ്യൂമൻ DNAയിലുള്ള എല്ലാ ജീൻസും ഐഡൻറ്റിഫൈ ചെയ്യുക. സീക്വൻസിങ് ഓഫ് ദി 3 ബില്യൺ ബേസ് പെയർസ് ഇൻ ഹ്യൂമൻ DNA. ഹ്യൂമൻ DNAയിലുള്ള 3 ബില്യൺ ബേസ് പെയർസ് സീക്വൻസ് ചെയ്യുക. അതായത് 3 ബില്യൺ ബേസ് പെയർസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഓക്കെ, ദാറ്റ് ഈസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സ്റ്റോർ ദിസ് ഇൻഫർമേഷൻ ഇൻ ഡാറ്റാബേസസ്. ഈ ഇൻഫർമേഷൻസ് ഒക്കെയും ഡാറ്റാബേസസിൽ സ്റ്റോർ ചെയ്യണം. ആൻഡ് ഇംപ്രൂവ് ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ്, ട്രാൻസ്ഫർ റിലേറ്റഡ് ടെക്നോളജീസ് ടു അതർ സെക്ടേഴ്സ്. സോ ഈ ഇൻഫർമേഷൻസ് ഒക്കെയും ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യണം. ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂൾസ് ഒക്കെ വികസിപ്പിച്ചെടുക്കണം, ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ഇൻഡസ്ട്രീസ് പോലുള്ള മേഖലയിലേക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കൈമാറണം. അങ്ങനെ യൂസ്ഫുള്ളായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അഡ്രസ് എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ദാറ്റ് മേ അറൈസ് ഫ്രം ദ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായേക്കാവുന്ന ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഓർ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യണം. വൈ HGP ഈസ് കോൾഡ് എ മെഗാ പ്രോജക്റ്റ്? ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. എന്തുകൊണ്ടാണ് HGP മെഗാ പ്രോജക്റ്റ് എന്ന് പറയുന്നത്? ദ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് വാസ് അറൌണ്ട് $9 ബില്യൺ. ഈ പ്രോജക്റ്റിന് വേണ്ടി വരുന്ന കോസ്റ്റ് എത്രയായിരിക്കും? $9 ബില്യൺ ആണ്. ഓക്കെ, around 3,300 books were required for storing the information of DNA sequence of a single human cell. ഒരു സിംഗിൾ ഹ്യൂമൻ സെല്ലിൻ്റെ എല്ലാ DNA ബേസ് പെയേഴ്സിനും ഓരോ പേജിലും 1000 അക്ഷരങ്ങൾ വീതമുള്ള 1000 പേജുകളുള്ള ബുക്ക് തയ്യാറാക്കിയാൽ അങ്ങനെ അറൗണ്ട് 3,300 ബുക്സ് വേണ്ടി വരും. ഓക്കെ, എ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ വാസ് സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. ഫോർ ദിസ് ബയോ ഇൻഫോർമാറ്റിക്സ് വാസ് യൂസ്ഡ്. ഇതിനൊക്കെ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാനൊക്കെ കമ്പ്യൂട്ടർ ആവശ്യമാണ്. അങ്ങനെ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളത് കൊണ്ട് ഈ പ്രോജക്റ്റിനെ മെഗാ പ്രോജക്റ്റ് എന്നാണ് പറയുന്നത്. മെത്തഡോളജീസ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് യൂസ് ചെയ്ത മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഓക്കെ, 2 രീതിയിൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എക്സ്പ്രസ് സീക്വൻസ് ടാഗ് ESTs and second method sequence annotation method. First one, expressed sequence tag or ESTs, identifying all the genes that are expressed as RNA. RNA ആയി മാറുന്ന എല്ലാ ജീനുകളെയും തിരിച്ചറിയുക എന്ന മെത്തേഡാണ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് മെത്തേഡ്. ഓക്കെ, RNA ആയി മാറുന്ന എല്ലാ ജീനുകളെയും സീക്വൻസ് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചറിയുക. ആൻഡ് നെക്സ്റ്റ് വൺ, സീക്വൻസ് അനോട്ടേഷൻ മെത്തേഡ്, sequencing the whole set of genome containing all the coding and non-coding sequences. ജീനോമിലുള്ള മുഴുവൻ ജീനുകളെയും തിരിച്ചറിയുക എന്നതാണ് സീക്വൻസ് അനോട്ടേഷൻ മെത്തേഡ്. ഇതിൽ RNA ആയി മാറുന്ന ജീൻസും ഉൾപ്പെടും, RNA ആയി മാറാത്ത ജീൻസും ഉൾപ്പെടും. അതായത് ഹ്യൂമൻ ജീനോമിൻ്റെ എല്ലാ ജീനുകളെയും തിരിച്ചറിയുക, കോഡിംഗ് ആൻഡ് നോൺ കോഡിംഗ് ജീൻസ്. പക്ഷേ ആദ്യത്തെ മെത്തേഡ് എന്താണ്? എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് മെത്തേഡ് എന്താണ്? ഐഡൻറ്റിഫൈങ് ദ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA ആയി മാറുന്ന ജീനുകളെ മാത്രം തിരിച്ചറിയുക എന്നതാണ് ഫസ്റ്റ് മെത്തേഡ്. പക്ഷേ സീക്വൻസ് അനോട്ടേഷൻ മെത്തേഡ് എന്താണ്? RNA ആയി മാറുന്ന ജീനുകളെയും തിരിച്ചറിയണം, അല്ലാത്ത ജീനുകളെയും തിരിച്ചറിയണം. അതായത് എൻറ്റയർ ജീനോമിലുള്ള ജീൻസിനെ മൊത്തം തിരിച്ചറിയുന്ന മെത്തേഡാണ് സീക്വൻസ് അനോട്ടേഷൻ മെത്തേഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊസീജിയർ ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തതെന്ന് നോക്കാം. ഇതിൻ്റെ സ്റ്റെപ്സ് അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല. അതിൽ ഇൻക്ലൂഡ് ചെയ്ത ചില പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ, ഐസൊലേറ്റ് ദ DNA ഫ്രം എ സെൽ. ആദ്യം ഒരു സെല്ലിൽ നിന്നും DNA ഐസൊലേറ്റ് ചെയ്യണം. ആൻഡ് കൺവേർട്ട് ഇൻ ടു സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ്. DNA നെക്സ്റ്റ് സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ആയി കൺവേർട്ട് ചെയ്യണം. ക്ലോൺഡ് ഇൻ സ്യൂട്ടബിൾ ഹോസ്റ്റ് യൂസിങ് സ്പെഷ്യലൈസ്ഡ് വെക്ടേഴ്സ് BAC ആൻഡ് YAC.
അതായത് DNA ആദ്യം സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആയി കൺവേർട്ട് ചെയ്യുക, ഈ ഫ്രാഗ്മെൻറ്റ്സിനെ ഒരു ഹോസ്റ്റിലേക്ക് കടത്തിവിടണം. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഹോസ്റ്റാണ് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. ഓക്കെ, എങ്ങനെയാണ് ഹോസ്റ്റിലേക്ക് കടത്തിവിടുക? അതിന് വെക്ടേഴ്സ് യൂസ് ചെയ്യണം. സോ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സാണ് BAC ആൻഡ് YAC. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. BAC മീൻസ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, YAC മീൻസ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. സോ ഈ പോയിന്റ് നോട്ട് ചെയ്യണം. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ യൂസ് ചെയ്ത ഹോസ്റ്റ് ഏതൊക്കെയാണ്? ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ് ആണ്. വെക്ടേഴ്സ് ഏതൊക്കെയാണ്? BAC ആൻഡ് YAC. എക്സ്പാൻഡ് ചെയ്യാനും അറിയണം. BAC ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, YAC ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. വെക്ടേഴ്സ് യൂസ് ചെയ്ത് ഹോസ്റ്റിലേക്ക് DNA ഫ്രാഗ്മെൻറ്റ്സിനെ കടത്തിവിട്ടാൽ DNAയുടെ ഒരുപാട് കോപ്പീസ് ഫോം ചെയ്യപ്പെടും. ആൻഡ് നെക്സ്റ്റ് സീക്വൻസിങ് ഓഫ് ദീസ് ഫ്രാഗ്മെൻറ്റ്സ് യൂസിങ് ഓട്ടോമേറ്റഡ് DNA സീക്വൻസസ്, ഫ്രെഡറിക് സാഞ്ചർ മെത്തേഡ്. ഫ്രെഡറിക് സാഞ്ചർ മെത്തേഡ് യൂസ് ചെയ്ത് ഈ ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെയും സീക്വൻസ് ചെയ്യും. അറേഞ്ച് ദ സീക്വൻസസ് ബേസ്ഡ് ഓൺ സം ഓവർലാപ്പിംഗ് റീജിയൻസ്, അലൈൻമെൻറ്റ് ഓഫ് ദീസ് സീക്വൻസസ് യൂസിങ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. ദീസ് സീക്വൻസസ് വെർ അനോട്ടേറ്റഡ് ആൻഡ് അസൈൻഡ് ടു ഈച്ച് ക്രോമസോം. സോ ഫ്രെഡറിക് സാഞ്ചർ മെത്തേഡ് യൂസ് ചെയ്ത് ഫ്രാഗ്മെൻറ്റ്സ് സീക്വൻസ് ചെയ്യണം. ചില ഓവർലാപ്പിംഗ് റീജിയൻസ് ബേസ് ചെയ്ത് സീക്വൻസസ് ഒക്കെയും അറേഞ്ച് ചെയ്യണം. കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് സീക്വൻസ് അലൈൻ ചെയ്യണം. ദാറ്റ് ഈസ് ഈ സീക്വൻസസ് ഓരോ ക്രോമോസോമിനും അസൈൻ ചെയ്തു. ഇതിൽ ജസ്റ്റ് ഓർത്ത് വെക്കേണ്ടത് BAC, YAC, അതായത് വെക്ടേഴ്സിൻ്റെ പേര്, യൂസ് ചെയ്യുന്ന ഹോസ്റ്റിൻ്റെ പേര്. ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് നോട്ട് ചെയ്താൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു സെല്ലിൽ നിന്നും, ഹ്യൂമൻ ബീങ്സിൻ്റെ സെല്ലിൽ നിന്നും DNA ഐസൊലേറ്റ് ചെയ്ത് അതിലുള്ള ഇൻഫോർമേഷൻസ് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഹ്യൂമൻ ബീങ്സ് അല്ലാത്ത ചില ഓർഗാനിസംസിലും ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബാക്ടീരിയ, ഈസ്റ്റ്, സീനോറാബ്ഡൈറ്റിസ് എലഗൻസ്, ഇറ്റ്സ് എ ഫ്രീ ലിവിങ് നോൺ പാത്തോജനിക് നെമറ്റോഡ്, ഡ്രോസോഫില. ഓക്കെ, ആൻഡ് പ്ലാന്റ്സ് ഏതൊക്കെയാണ്? റൈസ് ആൻഡ് അറാബിഡോപ്സിസ്. സോ ഈ നോൺ ഹ്യൂമൻ മോഡൽ ഓർഗാനിസംസിൻ്റെ പേരൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം. ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. ഹ്യൂമൻ ജീനോമിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻസ് 3164.7 മില്യൺ ന്യൂക്ലിയോടൈഡ് ബേസസ്. സോ ഹ്യൂമൻ ജീനോമിൽ എത്ര ബേസസ് കാണാം? 3164.7 മില്യൺ ബേസ് പെയർസ് കാണാം. ഓക്കെ, ദ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ്, ഹ്യൂമൻ ബീങ്സിൽ കാണുന്ന ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ഇറ്റ്സ് അറൌണ്ട് 30,000 ആണ്. ആവറേജ് ജീൻ കൺസിസ്റ്റ് ഓഫ് 3000 ബേസസ്. സോ ആവറേജ് ഒരു ജീനിൽ 3000 ബേസസ് ഉണ്ട്. ദ ലാർജസ്റ്റ് നോൺ ഹ്യൂമൻ ജീൻ ഡിസ്ട്രോഫിൻ കണ്ടെയ്ൻ 2.4 മില്യൺ ബേസസ്. സോ ലാർജസ്റ്റ് ഹ്യൂമൻ ജീൻ ഡിസ്ട്രോഫിൻ ആണ്. അതിൽ എത്ര ബേസസ് ഉണ്ട്? 2.4 മില്യൺ ബേസസ് ഉണ്ട്. 99.9% ന്യൂക്ലിയോടൈഡ് ബേസസ് ആർ എക്സാക്ട്ലി ദ സെയിം ഇൻ ഓൾ പീപ്പിൾ. 0.1 മേക്സ് ഈച്ച് ഓഫ് അസ് യുണീക്ക്. സോ 99.9 ന്യൂക്ലിയോടൈഡ് ബേസസും എല്ലാ ആൾക്കാരിലും ഒരേപോലെയാണ്. ഇനി ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആകുന്നത് 0.1% ഡിഫറൻസ് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഫങ്ഷൻ ഓഫ് ഓവർ 50% ഓഫ് ദ ഡിസ്കവേർഡ് ജീൻസ് ആർ അൺനോൺ. സോ കണ്ടുപിടിക്കപ്പെട്ട ജീൻസിൽ 50% ജീൻസിൻ്റെ ഫങ്ഷൻസും അൺനോൺ ആയിരുന്നു. ലെസ് ദാൻ 2% ഓഫ് ദ ജീനോം കോഡ്സ് ഫോർ പ്രോട്ടീൻ. ജീനോമിൻ്റെ 2% താഴെ മാത്രമേ പ്രോട്ടീനെ ഫോം ചെയ്യുന്നുള്ളൂ, പ്രോട്ടീനെ കോഡ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് പ്രോട്ടീൻ ഫോം ചെയ്യുന്നുള്ളൂ. ഓക്കെ, റിപ്പീറ്റഡ് സീക്വൻസസ് മേക്കപ്പ് വെരി ലാർജ് പോർഷൻ ഓഫ് ദ ഹ്യൂമൻ ജീനോം. ഹ്യൂമൻ ജീനോമിൻ്റെ വലിയ പോർഷൻസും എന്താണ്? റിപ്പീറ്റഡ് സീക്വൻസസ് ആണ്. എന്താണ് റിപ്പീറ്റഡ് സീക്വൻസസ്? ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന DNA സെഗ്മെൻറ്റ്സ് ആണ് റിപ്പീറ്റഡ് സീക്വൻസസ്. നൈട്രജൻ ബേസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം കാണും. ഇതാണ് റിപ്പീറ്റഡ് സീക്വൻസസ്. ആൻഡ് ക്രോമോസോം 1 ഹാസ് മോസ്റ്റ് ജീൻസ് 2968 ആൻഡ് ദ Y ഹാസ് ദ ഫ്യൂവസ്റ്റ് ജീൻസ് 231. ഏറ്റവും കൂടുതൽ ജീനുള്ളത് ക്രോമോസോം 1-നാണ്. ഏറ്റവും കുറവ് ജീനുള്ളത് ക്രോമോസോം Yക്കാണ്. ഓക്കെ, about 1.4 million locations where single base DNA differences SNPs, single nucleotide polymorphism, occur in humans. DNAയിൽ ഏകദേശം 1.4 മില്യൺ സ്ഥലങ്ങളിൽ സിംഗിൾ ബേസ് പെയർ DNA ഡിഫറൻസസ് കണ്ടെത്തിയിട്ടുണ്ട്. SNP ഇമ്പോർട്ടൻ്റ് ആണ്. SNP മീൻസ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. ദാറ്റ് ഈസ് എല്ലാ ബേസ് പെയർസും സിമിലർ ആയിരിക്കും, പക്ഷേ ഒരു ബേസ് പെയറിൽ ഡിഫറൻസ് കാണിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള റീജൺസാണ് SNP, സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. അങ്ങനെ
എത്ര ലൊക്കേഷൻസ് കണ്ടെത്തി? എബൌട്ട് 1.4 മില്യൺ ലൊക്കേഷൻസ്. സോ ഫീച്ചേഴ്സ് എന്ന് നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്ന കുറച്ച് പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻസ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ടു ഡയഗ്നോസ്, ട്രീറ്റ് ആൻഡ് പ്രിവെൻറ്റ് ഡിസോർഡേഴ്സ് ഇൻ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിലുള്ള ഡിഫറെൻറ്റ് ജനറ്റിക് ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രോജക്റ്റിലുള്ള ഇൻഫോർമേഷൻസ് യൂസ് ചെയ്ത് സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വഴി കണ്ടെത്തിയ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്ത് ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. പ്രൊവൈഡ് ക്ലൂസ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബയോളജി. ഹ്യൂമൻ ബയോളജിയെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടി. ക്യാൻ ലേൺ നാച്ചുറൽ ക്യാപ്പബിലിറ്റീസ് ഓഫ് നോൺ ഹ്യൂമൻ ഓർഗാനിസംസ് ആൻഡ് ക്യാൻ ബി അപ്ലൈഡ് ടുവേർഡ് സോൾവിംഗ് ചലഞ്ചസ് ഇൻ ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, എനർജി പ്രൊഡക്ഷൻ, എൻവയോൺമെൻറ്റൽ റെമഡിയേഷൻ എക്സെട്ര. നോൺ ഹ്യൂമൻ ഓർഗാനിസംസിൻ്റെ കഴിവുകൾ മനസ്സിലാക്കാനും അവയെ വിവിധ മേഖലകളിൽ യൂസ് ചെയ്യാനും സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് DNA fingerprinting. It is the technique to identify the variation in individuals at DNA level. ഓരോ ആൾക്കാരും തമ്മിൽ DNA ലെവലിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നോളജി ഒരു ടെക്നിക്കാണ് DNA fingerprinting. ആൻഡ് ഇത് ഡെവലപ്പ് ചെയ്തത്, ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ അലക്സ് ജെഫ്രി. സോ അലക്സ് ജെഫ്രി ആണ് ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ടെക്നിക് ടു ഐഡൻറ്റിഫൈ ദ വേരിയേഷൻ ഇൻഡിവിജ്വൽ അറ്റ് DNA ലെവൽ. ഓരോ ആൾക്കാരും തമ്മിൽ DNA ലെവലിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നോളജിയാണ് DNA fingerprinting. ആൻഡ് വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് DNA fingerprinting? റിപ്പീറ്റേറ്റീവ് DNA. DNA carries some non-coding repeated sequences. Number of repeats is specific from person to person. DNAയിൽ ചില പ്രത്യേക ഭാഗങ്ങളിലുള്ള ഡിഫറൻസസ് തിരിച്ചറിഞ്ഞ് അവയെ യൂസ് ചെയ്ത് DNA fingerprinting ചെയ്യുന്നു. ഓക്കെ, ഈ ഭാഗങ്ങളെ റിപ്പീറ്റേറ്റീവ് DNA എന്ന് പറയും. ദാറ്റ് ഈസ് ഇവിടെ DNAയുടെ ചെറിയ ഭാഗം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കാണും. റിപ്പീറ്റേറ്റീവ് DNAയിൽ കാണുന്ന ഹൈലി റിപ്പീറ്റഡ് ഷോർട്ട് സീക്വൻസസ് ആണ് സാറ്റലൈറ്റ് DNA. സോ സാറ്റലൈറ്റ് DNA മീൻസ് ദീസ് ആർ ഹൈലി റിപ്പീറ്റഡ് ഷോർട്ട് സീക്വൻസസ് ഇൻ ദ റിപ്പീറ്റേറ്റീവ് DNA. സോ DNA fingerprintingൻ്റെ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്? റിപ്പീറ്റേറ്റീവ് DNA ആൻഡ് സാറ്റലൈറ്റ് DNA ആണ്. സോ സാറ്റലൈറ്റ് DNA ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫോളോവിങ്. സാറ്റലൈറ്റ് DNA തന്നിട്ടുള്ള പോയിന്റ്സ് വെച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ബേസ് കോമ്പോസിഷൻ, അഡിനിൻ തൈമിൻ റിച്ച് ഓർ ഗ്വാനിൻ സൈറ്റോസിൻ റിച്ച്. സോ ബേസ് കോമ്പോസിഷൻ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാം. അഡിനിൻ തൈമിൻ ബേസ് പെയർസ് ആണോ കൂടുതൽ അല്ലെങ്കിൽ ഗ്വാനിൻ സൈറ്റോസിൻ ബേസ് പെയർസ് ആണോ കൂടുതൽ എന്നതിനെ ബേസ് ചെയ്ത്. ലെങ്ത് ഓഫ് സെഗ്മെൻറ്റ്, നമ്പർ ഓഫ് റിപ്പീറ്റേറ്റീവ് യൂണിറ്റ്സ്. സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് ബേസ് ചെയ്തും എത്ര റിപ്പീറ്റേറ്റീവ് യൂണിറ്റ്സ് ഉണ്ട് എന്നത് ബേസ് ചെയ്തും സാറ്റലൈറ്റ് DNAയെ രണ്ട് ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്യാം. മൈക്രോ സാറ്റലൈറ്റ് ആൻഡ് മിനി സാറ്റലൈറ്റ്. സോ മൈക്രോ സാറ്റലൈറ്റ് മീൻസ് 5 to 8 ബേസ് പെയർസ് ലോങ്. മിനി സാറ്റലൈറ്റ് 11 to 60 ബേസ് പെയർസ് ലോങ്. ഇതിൽ VNTR ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ VNTR മീൻസ് വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റെപ്സ് ഓഫ് DNA fingerprinting. ഐസൊലേഷൻ ഓഫ് DNA ഐസൊലേറ്റ് ചെയ്യുക. ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ആദ്യം DNA ഐസൊലേറ്റ് ചെയ്യുക, DNA വേർതിരിച്ചെടുക്കുക. അതിനുശേഷം DNA കട്ട് ചെയ്യുക. ഏത് എൻസൈം യൂസ് ചെയ്താണ് DNA കട്ട് ചെയ്യുക? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം യൂസ് ചെയ്ത് DNA കട്ട് ചെയ്യുക. സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്ത് DNA ഫ്രാഗ്മെൻറ്റ്സ് നെക്സ്റ്റ് സെപ്പറേറ്റ് ചെയ്യുക. ട്രാൻസ്ഫറിങ് ഓർ ബ്ലോട്ടിംഗ് സിംഗിൾ സ്ട്രാൻഡഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ടു സിന്തറ്റിക് മെംബ്രെയിൻസ് സച്ചസ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ. അങ്ങനെ വേർതിരിച്ച DNA ഫ്രാഗ്മെൻറ്റ്സ് എന്ത് ചെയ്യണം? ഒപ്പിയെടുക്കണം. നെക്സ്റ്റ് ഹൈബ്രിഡൈസേഷൻ. VNTR യൂസ് ചെയ്ത് ഹൈബ്രിഡൈസ് ചെയ്യുക. ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഓട്ടോറേഡിയോഗ്രാഫി. ഓട്ടോറേഡിയോഗ്രാഫി യൂസ് ചെയ്ത് ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഡിറ്റക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ സ്റ്റെപ്സ് ഓർത്ത് വെക്കുക. ഐസൊലേഷൻ, ഡൈജഷൻ, സെപ്പറേഷൻ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ്, ട്രാൻസ്ഫറിങ്, ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഡിറ്റക്ഷൻ. ആപ്ലിക്കേഷൻ ഓഫ് DNA fingerprinting. സോ DNA fingerprintingൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഫോറൻസിക് ടൂളായിട്ട് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയാണ്? ടു സോൾവ് പാറ്റേണിറ്റി, റേപ്പ്, മർഡർ. ഓക്കെ, റേപ്പ് കേസസ്, മർഡർ കേസസ്, അതായത് പാറ്റേണിറ്റി പ്രോബ്ലംസ്, ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി DNA fingerprinting ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ജനറ്റിക് ഡിസീസസ്. സോ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഈ ഫിഗർ ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഫിഗർ തന്ന എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് ഹിയർ? ഏത് ടെക്നോളജിയാണ്? DNA fingerprinting ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് അലക്സ് ജെഫ്രി. ഇതിൽ കാണുന്ന ഫസ്റ്റ് വൺ C സാമ്പിൾ എന്ന് പറയുന്നത് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ സാമ്പിളാണ്. A and B എന്ന് പറയുന്നത് സസ്പെക്റ്റിൻ്റെ സാമ്പിളാണ്. സോ
സോ ഇത് നോക്കി ആരാണ് കൾപ്രിറ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. ഇതിൻ്റെ DNA ബാൻഡ്സ് സിമിലർ ആണെങ്കിൽ ഈസിയായി ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഇതിൽ ബി ആണ് ശരിക്കും കുറ്റവാളി അല്ലേ. സോ എക്സാമിന് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം.